കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയത്തിലേക്ക് മുസ്ലിങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നയമെന്ന് മന്ത്രാലയത്തിന്റെ വിവരാവകാശ രേഖ. പുഷ്പ ശർമ്മ എന്ന മാധ്യമപ്രവർത്തകൻ നൽകിയ വിവരാവകാശത്തിനാണ് ആയുഷ് മന്ത്രാലയത്തിന്റെ മറുപടി. ആയുഷ് പദ്ധതിയിലേക്ക് യോഗ പരിശീലക തസ്തികയിലേക്ക് 3841 മുസ്ലിങ്ങൾ അപേക്ഷിച്ചിരുന്നുവെന്നും ആരെയും തെരഞ്ഞെടുക്കുകയോ വിദേശത്തേക്ക് അയക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുമാണ് സർക്കാർ നയമെന്ന് മറുപടിയിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ എന്താണ് കാരണം എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടുണ്ടോ? അതായത് മുസ്ലിങ്ങളെ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നതിന് കാരണമായി സർക്കാർ എന്താണ് പറയുന്നത്? സനീഷ്, ഇത് സംബന്ധിച്ച കാരണങ്ങളൊന്നും ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നില്ല. പുഷ്പ ശർമ്മ എന്ന മാധ്യമപ്രവർത്തനാണ് ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശം നൽകിയത്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇപ്രകാരമായിരുന്നു: കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് യോഗ പരിശീലന പദ്ധതിയിലേക്ക് എത്ര മുസ്ലിങ്ങൾ അപേക്ഷ നൽകി, എത്ര പേരെ തിരഞ്ഞെടുത്തു, അവരുടെ പേരുവിവരങ്ങൾ എന്തൊക്കെയായിരുന്നു, വിദേശത്തേക്ക് അയച്ച മുസ്ലിങ്ങൾ എത്ര എന്നുള്ള 4 ചോദ്യങ്ങളായിരുന്നു ഇദ്ദേഹം ആയുഷ് മന്ത്രാലയത്തിന് നൽകിയ വിവരാവകാശ രേഖയിൽ ചോദിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖയിൽ പ്രധാനമായും ഇങ്ങനെയാണ് വിവരം നൽകിയിരിക്കുന്നത്. 3841 മുസ്ലിങ്ങൾ ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ നൽകിയിരുന്നു. അത് വിദേശത്തേക്കുള്ള അപേക്ഷയിൽ 711 മുസ്ലിങ്ങളാണ് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നയപ്രകാരം ഒരൊറ്റ മുസ്ലിങ്ങളെ പോലും തെരഞ്ഞെടുക്കുകയോ നിയമിക്കുകയോ വിദേശത്തേക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന വ്യക്തമായ മറുപടിയാണ് ഇക്കാര്യത്തിൽ ആയുഷ് മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ആസ് പെർ ഗവൺമെന്റ് പോളിസി എന്ന് കൃത്യമായും എടുത്തു പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ നയപ്രകാരം ഒരൊറ്റ മുസ്ലിമിനെ പോലും തെരഞ്ഞെടുക്കേണ്ടതില്ല എന്നും വിദേശത്തേക്ക് അയക്കേണ്ടതില്ല എന്നുമാണ് സർക്കാരിന്റെ നയമെന്ന് തന്നെ ഇക്കാര്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. സനീഷ്, ഇത് സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആസിഫ്, ഏത് നിലക്കാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്താനാവുക എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ കാരണങ്ങളില്ലാതെ ഒരു സർക്കാർ പദ്ധതിയിൽ നിന്ന് ഒരു സമുദായത്തെ, ഒരു മതത്തിൽപ്പെട്ട ആളുകളെ പൂർണ്ണമായി മാറ്റി നിർത്തുക എന്നത് ഏത് നിലക്കാണെന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അക്കാര്യം ഈ പുഷ്പ ശർമ്മ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിലുണ്ടായിരുന്നോ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഇക്കാര്യം സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങളിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിയത് എന്ന തരത്തിലുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ല. എത്ര പേരെയാണ് മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്തതെന്നും എത്ര പേരാണ് അപേക്ഷിച്ചതെന്നുമുള്ള ചോദ്യമായിരുന്നു പ്രധാനമായും ഇതിലുണ്ടായിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുത്തവരുടെ പേരുവിവരങ്ങൾ സഹിതമാണ് മന്ത്രാലയം മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിലൊരൊറ്റ മുസ്ലിങ്ങൾ പോലും ഇല്ല. ആസിഫ് മുഹമ്മദ്, താങ്കളിലേക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ പി സി ചാക്കോ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പി സി ചാക്കോ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങേയറ്റം വലിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. ആയുഷ് മന്ത്രാലയത്തിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റി നിർത്താനുള്ള സർക്കാർ നയമുണ്ട് എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം. താങ്കളുടെ പ്രതികരണം എന്താണ്? വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. ആരെടുത്തു, ഏത് നിലയിലെടുത്തു എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. പക്ഷേ വിവരാവകാശ നിയമം അനുസരിച്ച് ആയുഷ് മന്ത്രാലയം നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതൊരിക്കലും തെറ്റാവാൻ കഴിയില്ല. പക്ഷെ ആ തീരുമാനം എടുത്തത് ആര് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇത് 900-ഓളം, ഞാൻ മനസ്സിലാക്കുന്നത് 900-ഓളം യോഗ്യതയുള്ള അപേക്ഷകർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു എന്ന ഒരു വസ്തുത കൂടെ നമ്മൾ കാണണം. അപ്പം മുസ്ലിങ്ങളെ തെരഞ്ഞെടുക്കേണ്ടതില്ല, മുസ്ലിം കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണ്ട എന്നുള്ളൊരു നിർദ്ദേശം, ഒരു തീരുമാനം ആയുഷിലുണ്ടായിരുന്നു. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഔപചാരികമായി ഔദ്യോഗികമായി ആ വിവരം അറിയിച്ചിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ അടിയന്തരമായ നടപടിയെടുക്കണം. ഇത് പാർലമെന്റിൽ ഉന്നയിക്കാൻ ഞങ്ങളുടെ എംപിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തീരുമാനം പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണം ഗവൺമെന്റ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ പി സി ചാക്കോ, ഇതിനകത്ത് അതീവ ഗുരുതരമായ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വർഗീയമായിട്ടുള്ള ലാക്കുണ്ട് എന്ന് തന്നെയാകുമല്ലോ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ആക്ഷേപം. ഈ യോഗ എന്നുള്ളത് ഹിന്ദു മത പരിപാടിയാണ്. അതിൽ അങ്ങനെയല്ലാത്ത ആരെയും ഉൾപ്പെടുത്തേണ്ടതില്ല എന്നതടക്കമുള്ള അതീവ ദുഷ്ടലാക്കോടെയുള്ള വർഗീയ ദൃഷ്ടി സർക്കാർ ഇക്കാര്യത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ താങ്കൾ കാണുന്നത്? തീർച്ചയായും സാമുദായിക ധ്രുവീകരണം എന്നത് ഒരു RSS അജണ്ടയാണ്. BJPക്ക് ഇന്ത്യയിൽ അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ചേരിതിരിവ് തന്നെയാണ്. ആ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ആവശ്യമായ എല്ലാ പ്രചരണങ്ങളും
പാർട്ടി തലത്തിൽ BJP-യുടെ സംഘടനാ തലത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുക. സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, സമുദായ സ്പർദ്ധ ഉണ്ടാക്കുക, അതിലൂടെ സ്വന്തം വോട്ട് ബാങ്ക് ഉറപ്പുവരുത്തുക എന്ന ഹീനമായൊരു തന്ത്രമുണ്ട്. അത് ഒരു പടി കൂടെ കടന്ന് ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ മനഃപൂർവ്വമായ നിലപാടുകൾ എടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ കാര്യം ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായത് മാത്രമാണെന്ന് നമുക്ക് കരുതാനാവില്ല. ഒരു ഗവൺമെന്റിന്റെ നയമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയൂ. ഇത് കേന്ദ്രത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരായി, അവരുടെ ഈ നടപടിക്കെതിരായി വ്യാപകമായ പ്രതിഷേധവും എതിർപ്പുകളും ഉയർന്നു വരേണ്ട ഒരു പ്രശ്നമാണ്. ഇത് ഇന്ത്യയുടെ മതേതര സങ്കല്പങ്ങളെ തകർക്കാൻ പോരുന്ന BJP-യുടെ ഗൂഢമായ ഒരു അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടേ കാണാൻ കഴിയും. വളരെ നന്ദി ശ്രീ PC ചാക്കോ ഞങ്ങളോട് പ്രതികരിച്ചതിനൊപ്പം ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചതിന് വളരെ നന്ദി. ആസിഫ് മുഹമ്മദ് വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നു. അതിനു മുമ്പ് ശ്രീ ജോർജ് കുര്യൻ BJP നേതാവ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ വർഗീയത ഉണ്ടാക്കുന്ന ഒരു നിലപാട് എന്ന് മനസ്സിലാക്കാനാകുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത്? ആയുഷ് മന്ത്രാലയത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അയിത്തം? സർക്കാരിന് അങ്ങനെ ഒരു നയമില്ല. അത് തന്നെയല്ല, അത് ഭരണഘടനാ വിരുദ്ധവുമാണ്. ആ ഉത്തരം തെറ്റാവാനാണ് സാധ്യത. ആരെങ്കിലും തെറ്റായിട്ട് നൽകിയ ഉത്തരമായിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും സാധിക്കില്ല. അത് സർക്കാരിന്റെ നയവുമല്ല, അത് ഭരണഘടനാ വിരുദ്ധവുമാണ്. ശ്രീ ജോർജ് കുര്യൻ, സർക്കാരിന്റെ നയമല്ലാത്ത ഒരു കാര്യത്തിന് ഇത്തരത്തിൽ മറുപടി കൊടുക്കാൻ മാത്രം വർഗീയത ഉള്ളിൽ കലർന്ന ആളുകൾ ആ മന്ത്രാലയത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടെ വേണ്ടേ മനസ്സിലാക്കാൻ? ആ അർത്ഥത്തിൽ സർക്കാരിന്റെ നയമല്ലാത്തൊരു കാര്യം പുറത്തേക്ക് നൽകാൻ മാത്രം ഉള്ള വർഗീയത മനസ്സിനകത്തുള്ള ആളുകൾ അതിനകത്തുണ്ട്, അവരെ പുറത്താക്കണമെന്ന് കൂടെ പറയേണ്ടതല്ലേ? യോഗ പരിശീലന തസ്തികയിലേക്ക് 3841 മുസ്ലിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. വിദേശത്തേക്ക് അയക്കാൻ തീരുമാനിച്ച ആളുകളിൽ ആരും മുസ്ലിം പേരുകാരില്ല, മുസ്ലിങ്ങളില്ല എന്നതും വസ്തുതയാണ്. ഇത് ആസ് പെർ സർക്കാർ ഗവൺമെന്റ് റൂൾസ് എന്ന നിലക്കാണ് എഴുതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. സർക്കാർ നയമാണ് എന്ന് തന്നെയാണ് ഈ മാധ്യമപ്രവർത്തകർ നൽകിയ മറുപടിയിൽ, വിവരാവകാശ മറുപടിയിൽ പറയുകയും ചെയ്യുന്നത്. ഇത് സർക്കാരിന്റെ നയമല്ലെങ്കിൽ അതിനകത്ത് കയറിയിരുന്ന് സർക്കാർ നയമല്ലാത്തത് നടപ്പിലാക്കുകയും രാജ്യത്തെ തന്നെയും വർഗീയമായി വേർതിരിക്കാൻ ഉതകുന്ന സംഗതികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് പുറത്താക്കുക എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കേണ്ടതല്ലേ? അല്ല, വിവരാവകാശ നിയമപ്രകാരം വരുന്ന പല ഉത്തരങ്ങളിലും ഇങ്ങനെ തെറ്റുകൾ കടന്നുകൂടാറുണ്ട്. ഇനി ആരെങ്കിലും അത് മനഃപൂർവ്വം ചെയ്താണ് തീർച്ചയായിട്ടും നടപടിയെടുക്കും. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അല്പം മുമ്പ് ശ്രീ PC ചാക്കോ സംസാരിച്ച താങ്കൾ കേട്ട് കാണുമല്ലോ ശ്രീ ജോർജ് കുര്യൻ. അതിൽ അദ്ദേഹം ഇതൊരു അബദ്ധത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതായിരിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിന്റെ നിലപാട് രാജ്യത്തെ ധ്രുവീകരിക്കുക എന്ന വലിയ അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന പലവിധ സംഗതികളിൽ ഒന്ന് എന്ന നിലക്കാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്. ആ നിലക്കാണ് ഇതിനെതിരായ പ്രതിഷേധം സഭയിലടക്കം ഉയർത്താൻ വേണ്ടി അവർ പോകുന്നത്. അല്ല, ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കാനും അതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാനും ഒക്കെ അവർക്ക് അവകാശമുണ്ട്. ആ തെറ്റ് തിരുത്തേണ്ടതാണ്. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണ് അയാൾക്ക് നടപടിയെടുക്കേണ്ടതാണ്. ഭരണഘടനാ വിരുദ്ധമാണ്. അത് സാധ്യത അബദ്ധം പറ്റിയതാവും. വളരെ വളരെ നന്ദി ശ്രീ ജോർജ് കുര്യൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും ആസിഫ് മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആസിഫ്, സർക്കാരിന്റെ നയനിലപാടുകൾക്കനുസരിച്ചാണ് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടോ ആ വിവരാവകാശ രേഖയിൽ? തീർച്ചയായും സനീഷ, അത് ഇപ്രകാരമാണ് അതിൽ വിവരാവകാശ രേഖയിൽ പറഞ്ഞിരിക്കുന്നത്. ആസ് പെർ ഗവൺമെന്റ് പോളിസി, നോ മുസ്ലിം കാൻഡിഡേറ്റ് വാസ് ഇൻവൈറ്റഡ്, സെലക്ടഡ് ഓർ സെൻഡ് അബ്രോഡ്. അത് കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. സർക്കാരിന്റെ നയപ്രകാരം ഒരൊറ്റ മുസ്ലിമിനെ പോലും തെരഞ്ഞെടുക്കേണ്ടതില്ല എന്നും വിദേശത്തേക്ക് അയക്കേണ്ടതില്ല എന്നുമാണ് സർക്കാരിന്റെ നയമെന്ന് വ്യക്തമായി തന്നെ ഈ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ എത്ര പേർ അപേക്ഷിച്ചു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി വിവരം പറയുന്നത് 3841 മുസ്ലിങ്ങൾ ഇക്കാര്യത്തിൽ അപേക്ഷ നൽകിയിരുന്നു. വിദേശത്തേക്കുള്ള പരിശീലന പരിപാടിയുടെ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയത് 711 മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ ഇവരെ ആരെയും തെരഞ്ഞെടുക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ നയമെന്നും കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി തെരഞ്ഞെടുത്തവരുടെ പേര് വിവരങ്ങളും കൃത്യമായി ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഒരൊറ്റ മുസ്ലിം പേരുകാർ പോലും ഇല്ല എന്നതാണ് പ്രധാനമായും വസ്തുത. ഇന്ത്യയിൽ നിന്നുള്ള പരിശീലകരെയും അധ്യാപകരെയും വിദേശത്തേക്ക് അയച്ച് യോഗ പരിശീലനം നടത്തുക എന്നതായിരുന്നു ഈ തസ്തിക സംബന്ധിച്ചുള്ള പ്രധാനമായും ഈ തസ്തിക കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഇതിൽ അപേക്ഷ നൽകിയവരിൽ ഒരൊറ്റ മുസ്ലിമിനെ പോലും തെരഞ്ഞെടുത്തിട്ടില്ല എന്നതാണ് ഇക്കാര്യത്തിൽ വിവരാവകാശ രേഖയിൽ കൃത്യമായി പറയുന്നത്. ഇത് സർക്കാരിന്റെ നയപ്രകാരമുള്ള തീരുമാനം തന്നെയാണ് എന്നും ഇക്കാര്യത്തിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. സനീഷ്, കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയത്തിലേക്ക് മുസ്ലിങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്ന് സർക്കാർ നയമെന്ന് മന്ത്രാലയം വിവരാവകാശ രേഖയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. പുഷ്പ ശർമ്മ എന്ന മാധ്യമപ്രവർത്തകർ നൽകിയ വിവരാവകാശ ചോദ്യത്തിനാണ് ആയുഷ് മന്ത്രാലയത്തിന്റെ മറുപടി. ആയുഷ് പദ്ധതിയിലേക്ക് യോഗ പരിശീലക തസ്തികയിലേക്ക് 3841 മുസ്ലിങ്ങൾ അപേക്ഷിച്ചിരുന്നുവെന്നും ഇവരിൽ ആരെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്നും വിദേശത്തേക്ക് അയച്ചിട്ടില്ല എന്നും
സർക്കാർ പറയുന്നു വിവരാവകാശ രേഖയിലൂടെ മന്ത്രാലയം വിദേശത്തേക്ക് 900-ലേറെ പേർ അപേക്ഷ നൽകിയിരുന്നു വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടിയിലേക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ ആളുകളെയും മുസ്ലിങ്ങളായിട്ടുള്ള ഒരാളെ പോലും ആ പദ്ധതിക്കകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വിവരമാണ് വിവരാവകാശ രേഖയിലൂടെ വരുന്നത്. എന്ന് മാത്രമല്ല, ആസ് പെർ ഗവൺമെന്റ് പോളിസി സർക്കാർ നയപ്രകാരമാണ് ഇത്തരം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. CPM നേതാവ് ശ്രീമതി ടി.എൻ. സീമ ടെലിഫോൺ ലൈനിലൂടെ. ശ്രീമതി ടി.എൻ. സീമ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എത്രക്ക് പ്രതിഷേധാർഹമാണ് ഈ സംഭവം? തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ളൊരു നീക്കമാണ്. കാരണം ഇത് സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളാണ് വകുപ്പുകളുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയുഷ് അല്ല, ഏത് വകുപ്പിലായാലും നടപ്പാക്കുന്ന പദ്ധതികളിൽ അതില് ഭാഗമായി മാറാനായിട്ട് അതിന്റെ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന നിലയിലൊക്കെ തന്നെ അതിന്റെ ഭാഗമായി മാറാൻ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും അവകാശമുണ്ട്. അപ്പൊ അതൊരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് പാർലമെന്റില്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു പരാമർശം അവിടെ ഇതുവരെ കേട്ടില്ല. എന്തായാലും ഇത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. യോഗ പോലെ ഒരു കാര്യത്തെ അതിന്റെ ശാസ്ത്രീയതയെ ഉപയോഗിച്ചുകൊണ്ട് ആധാരമാക്കി ജനങ്ങൾക്ക് കൂടുതൽ ശാരീരിക സൗഖ്യം നൽകാനും അല്ലെങ്കിൽ അത്തരത്തിലൊരു ശീലം ഉണ്ടാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. എന്നാൽ അതിനെ ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കുവാനും ഹിന്ദുവൽക്കരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് എല്ലാ രീതിയിലും കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പണം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കുന്നുണ്ട്. ശ്രീ രവിശങ്കറിന് വേണ്ടി യമുനാ നദീതീരത്ത് ഏക്കർ കണക്കിന് ഭൂമിയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിശോധിക്കാതെ തന്നെ, അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ വലിയ വിമർശനം ഉണ്ടാക്കിയതാണ്. അതിന് ഏറ്റവും അധികം സഹായം നൽകിയിട്ടുള്ളത് പ്രതിരോധ വകുപ്പിന്റെ സൈനികരെ ഉപയോഗിച്ചു, അതുപോലെ തന്നെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ യോഗ അടക്കമുള്ള കാര്യങ്ങളെ ഹിന്ദുവൽക്കരിക്കുവാനും അത് വർഗീയത വളർത്തുവാനുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുവാനുമായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ശ്രീമതി ടി.എൻ. സീമ, ഈ ആർട്ട് ഓഫ് ലിവിംഗിന്റെ പരിപാടി അടക്കം യോഗ പരിപാടിയെ തന്നെ, യോഗ അഭ്യാസത്തെ തന്നെയും ഒരു രാഷ്ട്രീയ അടയാളമായി ഉപയോഗിക്കുന്ന വലിയ പരിപാടി കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു. ഹിന്ദു പൈതൃകത്തിന്റേതായിട്ടുള്ള സംഗതികളാണ് ഇവയെല്ലാം. ഇവയ്ക്കകത്തേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ധ്രുവീകരണമുണ്ടാക്കി വലിയ രാഷ്ട്രീയമായ നേട്ടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അത് അധികമായി പോകുമോ? ഇത് യോഗ എന്ന് പറയുന്ന ഒരു ഹിന്ദു പാരമ്പര്യമാണ് എന്നല്ല പറഞ്ഞത്, അതൊരു ഭാരതീയ പാരമ്പര്യമാണ്. യോഗ ഇന്ന് ലോകത്തെമ്പാടും തന്നെ വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ യോഗ പിന്തുടരുന്നുണ്ട്, യോഗ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യോഗ ഒരു ഹിന്ദു രീതി അനുസരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആ രീതിയിൽ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ യോഗയെ വളരെ സ്പിരിച്വലായിട്ട് കാണുന്ന ആളുകളുണ്ട്, അതിന്റെ പാരമ്പര്യം തുടരുന്ന ആളുകളുണ്ട്, അവർക്കത് ചെയ്യാവുന്നതാണ്, അതിനൊരു തടസ്സവുമില്ല. പക്ഷെ എന്നാൽ യോഗ എന്ന് പറയുന്ന അതിനെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാനായിട്ട് അതിന്റെ ആരോഗ്യവശങ്ങൾ, അതിന്റെ ആരോഗ്യപരമായിട്ടുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് എല്ലാ ആളുകളും തയ്യാറായി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ട് ഇത് അവതരിപ്പിക്കുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്യുന്നത്? ഇതൊരു ഹിന്ദു പാരമ്പര്യം അനുസരിച്ചുള്ള പരിപാടിയാണെങ്കിൽ ഹിന്ദു പ്രോജക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ പറ്റുമോ? അത് വേണമെങ്കിൽ നടപ്പാക്കാം, വല്ല സംഘടനകൾക്ക് നടപ്പാക്കാം. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ പണം, ഈ രാജ്യത്തെ പൗരരുടെ നികുതി പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒരു തികച്ചും വിഭാഗീയമായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. വളരെ വളരെ നന്ദി ശ്രീമതി ടി.എൻ. സീമ ഞങ്ങളോട് സംസാരിച്ചതിന്. കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആസിഫ്, ഒന്നുകൂടെ വൈകി കേട്ടു തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി വിശദമാക്കാമോ റിപ്പോർട്ട്? സനീഷ്, പുഷ്പ ശർമ്മ എന്ന മാധ്യമപ്രവർത്തനാണ് ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ അപേക്ഷ നൽകിയത്. ഇപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ആയുഷ്മാൻ മന്ത്രാലയം നടത്തുന്ന യോഗ പരിശീലന തസ്തികയിലേക്ക് എത്ര പേരെയാണ് തെരഞ്ഞെടുത്തത്, അതിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, അതുപോലെ തന്നെ എത്ര പേരെ വിദേശത്തേക്ക് അയച്ചു, തെരഞ്ഞെടുത്തവരുടെ പേരുവിവരങ്ങൾ എന്തൊക്കെയാണ് എന്നിവയായിരുന്നു പുഷ്പ ശർമ്മ തന്റെ ചോദ്യത്തിൽ ഉന്നയിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായ മറുപടിയാണ് ആയുഷ് മന്ത്രാലയം നൽകിയത്. 3841 മുസ്ലിങ്ങളാണ് ഇക്കാര്യത്തിൽ അപേക്ഷ നൽകിയത്. അതുപോലെ തന്നെ പരിപാടി
മന്ത്രിയുടെ തസ്തിക വിദേശത്തേക്കുള്ള തസ്തികയിലേക്ക് 714 മുസ്ലിങ്ങളും അപേക്ഷ നൽകുകയുണ്ടായി. എന്നാൽ തിരഞ്ഞെടുത്തവരുടെ പേരുവിവരങ്ങൾ നൽകിയത് തൊട്ടു താഴെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം ആയുഷ് മന്ത്രാലയം നൽകിയത്. അത് ഇപ്രകാരമാണ് പറയുന്നത്: സർക്കാർ നയപ്രകാരം ഒരൊറ്റ മുസ്ലിങ്ങളെ പോലും ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കുകയോ നിയമിക്കുകയോ അതുപോലെ തന്നെ വിദേശത്തേക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന കൃത്യമായ വിവരമാണ് ഇത് സംബന്ധിച്ച് സർക്കാർ നൽകുന്നത്. പ്രധാനമായും വിദേശങ്ങളിലേക്ക് യോഗ പരിശീലനത്തിന് വിദേശങ്ങളിലേക്ക് പരിശീലനം അയക്കാൻ വേണ്ടിയാണ് ഈ തസ്തിക സൃഷ്ടിച്ചിരുന്നത്. ഇതിലേക്ക് ഉള്ള ഒഴിവിലേക്കായിരുന്നു അപേക്ഷകൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നത്. മൊത്തം 2 തസ്തികകളിലേക്കായി മൊത്തം 4000-ഓളം മുസ്ലിങ്ങളാണ് അപേക്ഷകൾ നൽകിയിരുന്നത്. എന്നാൽ ഇതിൽ ഒരൊറ്റ മുസ്ലിമിനെ പോലും തെരഞ്ഞെടുത്തില്ല എന്ന് കൃത്യമായി ഈ അപേക്ഷയിൽ പറയുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇക്കാര്യത്തിൽ അത് സർക്കാരിന്റെ നയമാണ് എന്ന് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ നയപ്രകാരം തന്നെയാണ് ഒരൊറ്റ മുസ്ലിങ്ങളെ പോലും തെരഞ്ഞെടുക്കുകയും അവരുടെ അപേക്ഷ സ്വീകരിക്കുകയോ അവരെ തെരഞ്ഞെടുക്കുകയോ വിദേശത്തേക്ക് അയക്കാതിരിക്കുകയോ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായി ഈ രേഖയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. സനീഷ്, നന്ദി ആസിഫ്. വിവരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്നും ആസിഫ് മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയുഷ് പദ്ധതിയിലേക്ക് മുസ്ലിങ്ങളെ പരിഗണിക്കേണ്ടതില്ല, ആയുഷ് മന്ത്രാലയത്തിന്റെ പദ്ധതിയിലേക്ക് മുസ്ലിങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നയമെന്ന് മന്ത്രാലയത്തിന്റെ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. പുഷ്പ ശർമ്മ എന്ന മാധ്യമപ്രവർത്തകർ നൽകിയ വിവരാവകാശ ചോദ്യത്തിലാണ് ആയുഷ് മന്ത്രാലയം ഈ മറുപടി നൽകിയിരിക്കുന്നത്. ആയുഷ് പദ്ധതിയിലേക്ക് യോഗ പരിശീലക തസ്തികയിലേക്ക് 3841 മുസ്ലിങ്ങൾ അപേക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ ആരെയും തെരഞ്ഞെടുക്കുകയോ വിദേശത്തേക്ക് അയക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുമാണ് സർക്കാർ നയമെന്ന് മറുപടിയിൽ പറയുന്നു. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇത് എന്ന നിലപാടാണ് കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച PC ചാക്കോ പറഞ്ഞത്. പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീമതി TN സീമ രാജ്യസഭാംഗം അവരും അക്കാര്യത്തിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ലാക്കാണ് ഇക്കാര്യത്തിലുള്ളത്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന ആക്ഷേപമാണ് ഉയർത്തിയത്. എന്നാൽ ഇതൊരു അബദ്ധം മാത്രമായിരിക്കാം എന്ന നിലപാടാണ് BJPക്ക് വേണ്ടി സംസാരിച്ച ജോർജ് കുര്യൻ അല്പം മുമ്പ് ഞങ്ങളോട് പറഞ്ഞത്. വിവരാവകാശ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിൽ വന്ന തെറ്റാകാം എന്ന നിലപാട് പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്തത്. 3 പേർക്കും ഇക്കാര്യത്തിൽ പ്രതികരിച്ചതിന് നന്ദി. ഒപ്പം വിവരങ്ങൾ നൽകിയതിന് ആസിഫിനും നന്ദി.